എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഞാൻ വെച്ച് പിടിപ്പിച്ച കുറച്ച് ചീരത്തൈകളാട്ടോ ഈ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരട്ടെ. ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക്കിൽ കുറച്ച് മണ്ണൊക്കെ എടുത്ത് ഞാനൊന്ന് കല്ലും ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള അഴുക്ക് കല്ലിങ്ങനെ ചീത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പെറുക്കി മാറ്റിയിട്ട് ഈ ചീരവിത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് റവയും അതിൻ്റെ ഇരട്ടി മണ്ണും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ. എന്തിനാന്ന് വെച്ചാൽ ഈ ചീരവിത്ത് എല്ലായിടത്തും വെതറി വീഴാനായിട്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് കൂട്ടം കൂടി നിൽക്കും. അപ്പോൾ വളർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ വെതറി കൊടുത്തിട്ട് കുറച്ച് ഇനി ഈ റവ എന്തിനാണ് ഞാൻ ഇട്ടേന്ന് വെച്ചാൽ ഈ ഉറുമ്പൊക്കെ വരില്ലേ, ഉറുമ്പൊക്കെ വന്നിട്ട് ഈ വിത്ത് എടുത്തോണ്ട് പോകാതെ, എല്ലാ സ്ഥലത്തും ഉറുമ്പ് ഉണ്ടാവും. അപ്പം നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഉറുമ്പ് വന്നിട്ട് ഈ വിത്ത് എടുത്തോണ്ട് പോകും. അപ്പോൾ അത് എടുത്തോണ്ട് പോകാതെ ഉറുമ്പ് വന്നിട്ട് ഈ റവ എടുത്തോണ്ട് പോകും. അതിന് വേണ്ടിയാട്ടോ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ട് ചെയ്തതാണേ. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഞാനിങ്ങനെ തൂക്കി കൊടുക്കുന്നുണ്ട് ഉറുമ്പൊക്കെ അധികം വരാതിരിക്കാനായിട്ട്. അങ്ങനെ എന്നിട്ട് 2 നേരം വെച്ച് എല്ലാ ദിവസവും ഞാൻ പോയി നനച്ചു കൊടുക്കുമായിരുന്നേ. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇതാ മുള പൊട്ടി ചീര ഇങ്ങനെ ചെറുതായിട്ട് കിളുത്ത് കിളുത്ത് വന്ന് കാണുന്നുണ്ട് കേട്ടാ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. മൊത്തത്തിൽ ഇങ്ങനെ ചീര ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് ഇങ്ങനെയാട്ടോ. അപ്പോൾ 2 നേരം ഞാൻ പോയി നനച്ചു കൊടുക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ചീര പറിച്ച് നടാനുള്ള സമയമായപ്പോഴത്തേക്കും ഞാൻ ചീര നടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഇങ്ങനെ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു, റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് നനച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നനച്ചിട്ട് വേണം ചീര പറിച്ച് വെക്കാൻ. അതും വൈകുന്നേര സമയത്ത് വേണം കേട്ടോ നമ്മൾ ചീര പറിച്ച് നടാനായിട്ട്. പിന്നെ ഞാൻ ആ ചീര വിത്ത് പാകി മുളച്ച് വന്നിടത്തുനിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി അകത്തി ഇങ്ങനെ നട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബുദ്ധിമുട്ടാകും അതിന് വളർന്നു വരാനായിട്ട്. അങ്ങനെ ദാ ഒരു ദിവസം കൊണ്ട് പറ്റൂല, കുറേ ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ച് ഇത്രയാക്കിയെടുത്തത്. പിന്നെ ഇതിന് വളമായിട്ട് ചാണകത്തിൻ്റെ വെള്ളം നന്നായിട്ട് കലക്കി, ചാണകവും വെള്ളവും കൂടി കലക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഗോമൂത്രയില്ലേ അത് വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നത് പോലെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്ത് ഇത്രയാക്കി എടുത്തിട്ടുണ്ട്.